ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു മൈ ഷോറിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഷുലാങ്ങിനാണെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രോജക്റ്റ് കാര്യം സംസാരിക്കാൻ വന്ന ആൾക്കാരൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ആൾ നീയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ട് സന്തോഷം, അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ഇവനെ പിക്ക് ചെയ്യാനായിട്ട് ഫാൻഷിയാവ വന്നിട്ട് കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെ സംസാരം എല്ലാം തന്നെ കേട്ടുകൊണ്ട് അവനോട് വണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ഫാൻഷിയാവോ ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഫാൻഷിയാവോ വരുമെന്ന് ഷുലാങ് എക്സ്പെക്ട് ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ അല്ല നീ എന്താ ഇവിടെ നിന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അത് ഞാൻ നിന്നെ അവിടെ അടുത്തോട്ട് വന്നപ്പോൾ പിക്ക് ചെയ്യാൻ എഴുതിയിട്ട് വന്നതാണ്. പിന്നെ നീയാണെങ്കിൽ അയാളായിട്ട് കുറേ സംസാരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് ഡ്രിങ്ക് ചെയ്തൊന്നും തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ്ങാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുമായിരുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാനായിട്ട് ഉളുങ്ങി കേട്ടേന്നല്ല, അയാൾ സംസാരിച്ചത് ഭയങ്കര ഹൈ വോയിസിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് ആ ഒരു ഇതിൽ അയാൾ ഉറക്കെ സംസാരിച്ചതാവാനേ ചാൻസ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. സംസാരിച്ചുകൊണ്ട് അവർ നേരെ അവരെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഷുലാങ് പറയുന്നുണ്ട്, നോർമലി എല്ലാ കാര്യങ്ങളും മേൽനോട്ടമൊക്കെ വഹിച്ച് നോക്കി പോകുന്ന ഒരാളാണ് ഞാൻ, എല്ലാത്തിലും ഭയങ്കരമായിട്ട് മുൻതൂക്കം നിർത്തി മുന്നിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ നിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം എനിക്കാണെങ്കിൽ നിന്നെ കിട്ടുമെന്ന് നല്ല ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നിന്നെ നേടണം എന്നുള്ള ആ ഒരു ഗെയിമിലോട്ട് കയറണോ എന്ന ഡൗട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റെന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും ഞാൻ നേടിയെടുക്കാറുണ്ട്. പക്ഷെ നിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയം തോന്നുന്നു, അതെന്തുകൊണ്ടാണ്, എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ ഞാൻ ഓൾറെഡി നിൻ്റേത് തന്നെ അല്ലേ എന്നൊരു രീതിയിൽ ഷുലാങ്ങിനെ നോക്കുന്നുണ്ട്. ഷുലാങ് ടൈമിന് ഫാൻഷിയാവോയ്ക്ക് കിസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എപ്പോഴും ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കിയൊക്കെ ചെയ്യുന്നതെങ്കിലും എന്നെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ നന്നായിട്ട് പറയണമെന്നും കോംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നീ പറ, എന്നെ ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ട്, ഹാൻസം ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ അതെ നീ ഹാൻസം ആണ്, നിന്നെക്കാളും ഹാൻസം ആയിട്ടുള്ള മറ്റൊരു പയ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ എങ്കിൽ ഓക്കെ വാ നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞിട്ട് അവരോട് നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഷുലാങ്ങിനെ മോഡലാക്കി ഇരുത്തിയിട്ട് ഫാൻഷിയാവാണെങ്കിൽ ഒരു ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഷുലാങ് ഇങ്ങനെ അവൻ ഇരുന്ന് കൊടുക്കുന്ന കാണുമ്പോഴത്തേക്കും അവനെ കാണാൻ പ്രത്യേക ഒരു ലുക്ക് ഉള്ളതുപോലെയൊക്കെ ഫാൻഷിയാവയ്ക്ക് തോന്നിയിട്ട് ഇപ്പം തന്നെ കിസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവൻ്റെ കൺട്രോൾ പോയിട്ട് അവൻ ഡ്രോയിങ് ചെയ്ത് നിർത്തിയിട്ട് നേരെ ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഷുലാങ് ആണെങ്കിൽ മര്യാദയ്ക്ക് പോയി ഡ്രോയിങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയം ഷുലാങ് പറയുന്നുണ്ട്, നിൻ്റെ കൈ കണ്ടപ്പോഴേ മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ത് അടിപൊളിയാണെന്ന്, പക്ഷേ ആ കൈ കൊണ്ട് ഇങ്ങനെ വരയ്ക്കാനൊക്കെ അറിയാമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ ഞാനങ്ങനെ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല, എൻ്റെ അമ്മയ്ക്ക് പക്ഷേ ഡ്രോയിങ് ചെയ്യാൻ നന്നായിട്ട് അറിയാമായിരുന്നു, മേ ബി അതിൽ നിന്ന് കിട്ടിയ കഴിവായിരിക്കും. എൻ്റെ അമ്മയാണെങ്കിൽ ഈ ഡ്രോയിങ് ഒക്കെ ഒരുപാട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലെൻ്റെ മൂത്ത ചേട്ടനും എൻ്റെ അമ്മയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നാൽ ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത് ചേട്ടൻ്റെ പാരൻസ് ഡിവോഴ്സ് ആവാൻ കാരണവും അത് മാത്രമല്ല അവരുടെ കുടുംബം തന്നെ നശിക്കാൻ കാരണം എൻ്റെ അമ്മയാണെന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മേനെ ചേട്ടനും ഒക്കെ തന്നെ ഒരുപാട് വെറുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നീട് അന്നുണ്ടായ ഒരു അപകടത്തിന് ശേഷം എൻ്റെ അമ്മ മരിച്ചപ്പോൾ എന്നെ ആരും കൂട്ടാതെ അവരെല്ലാവരും ഇവിടെ നിന്ന് ഫാമിലി താമസന്മാർ വേറെ സ്ഥലത്തേക്ക് പോയി. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ താല്പര്യമില്ലെങ്കിൽ പോലും ഇവിടുത്തെ ഈ ഒരു കമ്പനി നോക്കാനായിട്ട് അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എൻ്റെ 2 ചേട്ടന്മാരെക്കാളും എനിക്കാണ് ഇപ്പോൾ കുറച്ച് ലീഡ് പൊസിഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എൻ്റെ നല്ല ജലസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിൻ്റെ ഈ ഒരു പൊസിഷൻ നിൻ്റെ അച്ഛൻ നിൻ്റെ അടുത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പിന്നെ ബാക്കി ഉണ്ടാകും, നിൻ്റെ സ്ഥാനം എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയാവോ ഇതെപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു, അതോടൊപ്പം ഞാൻ പിന്നെ ഒന്നുമില്ലാത്തവനായിരിക്കും, അതാണ് എൻ്റെ അവസ്ഥ, എപ്പോൾ വേണോ എൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ നീ പേടിക്കേണ്ട, അങ്ങനെ ഏതെങ്കിലും ദിവസം സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പൊന്നുവരെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ നീ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണോ, നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതെ വിശ്വസിക്കാം, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, നിന്നെ ഞാൻ പൊന്നുവരെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ ഓക്കെ നമുക്കിനി നമ്മുടെ ആ ഒരു ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്യാം, നീ നിൻ്റെ ഷർട്ടിൻ്റെ 2 ബട്ടൺസ് അഴിച്ചിട്ട് കുറച്ച് പാൻറ്റും കൂടെ അല്പം ഒന്ന് കാല് കാണത്തക്ക രീതിയിലൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഇടാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ നീ വന്ന് ഭയങ്കര മോശമാവുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഡ്രോയിങ് ചെയ്യാനുള്ള പരിപാടി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഫാൻഷിയാവോ ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്കാണെങ്കിൽ നിന്നെ കാണുമ്പോൾ കൺട്രോൾ പോകുന്നുണ്ട്, ഇനി ഡ്രോയിങ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും ഓഫീസിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഫാൻഷിയാവോയും ഷുലാങ്ങിൻ്റെ കൂടെ അവൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ട്. ഷുലാങ്ങിൻ്റെ ഓഫീസ് റൂമിൻ്റെ അകത്ത് തന്നെ മറ്റൊരു അർച്ചീവ് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അവരിങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയം നിനക്കിവിടെ ഇങ്ങനെ ഒരു റൂം ഉണ്ടായിരുന്ന കാര്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്നൊക്കെ ഫാൻഷിയാവോ പറയുന്നുണ്ട്. ഷുലാങ് ടൈമിന് എന്നൊരു ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഫയൽ നോക്കുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര ലുക്കായതുകൊണ്ട് ഇപ്പോഴും ഷുലാങ്ങിനെ കാണുമ്പോൾ ഫാൻഷിയാവോടെ കൺട്രോൾ പോകുന്നുണ്ട്. ഫാൻഷിയാവോ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ഓഫീസാണെന്നോ എന്നൊരു ചിന്ത ഇവൻ കൊടുക്കുന്നില്ല, പിടിച്ച് നിർത്തുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട്. ഷുലാങ് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഓവർ ഫ്രീഡം തന്നു തോന്നുന്നു, ഇവിടെ വെച്ച് ഈ പരിപാടി കാണിക്കില്ലെന്നും പറഞ്ഞ് ഇവനെ മാറ്റാനേ നോക്കുന്നുണ്ട്.
എന്നാൽ ഫാൻഷിയാവ് കേൾക്കുന്ന പോലുമില്ല. അവൻ വീണ്ടും കിസ് ചെയ്യാണ്. ഷുലാങ് അപ്പോൾ അവനെ തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലാണ് ഷുലാങ്ങിൻ്റെ ഓഫീസ് റൂമിലെ ഏതോ ഒരു സ്റ്റാഫാണെങ്കിൽ നോക്ക് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടത്. അങ്ങനെ ഷുലാങ് പെട്ടെന്ന് തന്നെ മതിയെന്നും പറഞ്ഞ് ഇവനെയും പിടിച്ച് മാറ്റുന്നുണ്ട്. അവൻ്റെ കോട്ടയ്ക്ക് ഒന്ന് ഓക്കെ ആക്കിയിട്ട് നേരെ അവൻ്റെ ഓഫീസ് റൂമിൽ ചെയറിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റാഫ് വന്നിട്ട് ഇതുപോലൊരു ക്ലയൻറ്റിൻ്റെ കാര്യമുണ്ട്, ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഫാൻഷിയാവാണെങ്കിൽ ആ ഒരു അർച്ചീവ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഷുലാങ്ങിൻ്റെ അടുത്ത് എൻ്റെ പൊന്നെ, ഇപ്പം അവരോട് സംസാരിച്ച രീതി കണ്ടിട്ട് ഞാൻ അവരെ പേടിച്ച് പോയല്ലോ, നീ ഇത്രയും സീരിയസ് ആവുമെന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെയും അവിടെ സൈഡിലുള്ള സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട്. ഷുലാങ് കുടിക്കാനായിട്ട് ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ തന്നെ കുടിച്ച് നോക്കാൻ പറഞ്ഞിട്ട് അവനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ല, എനിക്കിപ്പോൾ തന്നേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഷുലാങ് അല്ല എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി, നിനക്കാണെങ്കിൽ അപ്പോൾ ചൈനേനെ പറ്റിയും ചൈനീസ് ലാംഗ്വേജൊക്കെ അറിഞ്ഞുകൂടെന്നൊക്കെ പറയുന്നത് ചുമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ എഴുന്നേറ്റ് ഷുലാങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെയൊന്നുമല്ല, ഞാനാണെങ്കിൽ ഇപ്പോൾ നിൻ്റെ കൂടെ ഡ്രാമയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഡ്രാമയിലെന്നാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഫാൻഷിയാവ് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു വീക്കെൻഡ് ഒരുമിച്ച് അടിച്ച് പൊളിച്ചല്ലോ, ഫുഡെല്ലാം ഞാൻ കുക്ക് ചെയ്യാം, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നെ കുക്ക് ചെയ്യാം. എന്നിട്ട് നിനക്കാണെങ്കിൽ പഴയ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, ഞാൻ കുറേ തായ് ക്ലാസിക്കെല്ലാം നോക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ആ ഒരു മൂവിയൊക്കെ കണ്ട് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പം ഓക്കെ നല്ല ഐഡിയ ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഷുലാങ്ങിന് ഒരു കോൾ വരുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷിയാവോ കോളിൽ സംസാരിക്കുന്ന കേൾക്കാതിരിക്കാനായിട്ട് ഫാൻഷിയാവ് ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. അവ എഴുന്നേറ്റ് മാറാനായിട്ട് കാര്യം മനസ്സിലായിട്ട് ഫാൻഷിയാവ് എഴുന്നേറ്റ് മറ്റൊരു സോഫയിലോട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഷുലാങ് ആണെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഫോണിലെ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് സീരിയസ് ആവുന്നുണ്ട്. കോള് കട്ട് ചെയ്ത് കഴിയുന്ന ടൈമിന് അവനാണെങ്കിൽ ഫാൻഷിയാവരോട് പറയുന്നുണ്ട് ഒരു അർജൻറ്റ് കാര്യം വന്നു, എനിക്ക് വീക്കെൻഡ് ഫ്രീ ആവാൻ പറ്റത്തില്ല, ഐ എം സോറി എന്ന്. അപ്പോൾ ഫാൻഷിയാവയ്ക്കും ഓക്കെ അവരൊരുമിച്ച് പ്ലാൻ ചെയ്ത് നടക്കത്തില്ല എന്നൊരു ഫീൽ വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു വീക്കെൻഡിൽ എന്ത് കാര്യമാണ് ചെയ്ത് തീർക്കാനുള്ളത്. ഷുലാങ് അതൊക്കെ ചെയ്യാനായി പോകുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവനിങ്ങനെ ഒരുമാതിരി ഇരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റി, നിനക്ക് ഇന്നും വർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് ഇല്ല, ഞാൻ ജസ്റ്റ് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയതായിരുന്നു എന്ന് തിരിച്ച് പറയുന്നുണ്ട്. ആ ടൈമിന് അയാളാണെങ്കിൽ നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നിന്നെ കാണാൻ ഒരുമാതിരിയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുലാങ് ആണെങ്കിൽ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. ആ ടൈമിന് അവനൊരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഫാൻഷിയാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷുലാങ്ങും പിന്നെ ലൂഷനും ഒരുമിച്ചുള്ള ഫോട്ടോസ് എല്ലാം തന്നെ വീട്ടിൽ ഇരിക്കുന്ന എല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫാൻഷിയാവും ഷുലാങ്ങും നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് അവൻ വീട്ടിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഷുലാങ്ങിൻ്റെ അടുത്ത് നിൻ്റെ വേറെ ഏതെങ്കിലും എക്സൊക്കെ വല്ലതും കയറി വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇവൻ ഇതൊക്കെ ആലോചനയാണ് പോകുന്നത്. വീട്ടിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഫാൻഷിയാവ് അവിടെ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. ഇവനിങ്ങനെ ഫാൻഷിയാവിനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ടൈം പെട്ടെന്ന് ഫാൻഷിയാവ് കുക്ക് ചെയ്ത് ഫുഡ് എടുത്ത് മാറ്റുമ്പോൾ അവൻ്റെ കയ്യിലേക്ക് എണ്ണ തെറിക്കുന്ന കണ്ടിട്ട് അയ്യോ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവൻ ഓടിച്ചെന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാൻഷിയാവ് എടുത്ത് നീ ഓക്കെ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ അല്ല നീ വരാനുള്ള ടൈം ആയില്ലല്ലോ, ഇനി അരമണിക്കൂർ കഴിഞ്ഞല്ലേ എത്തേണ്ടതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ നിന്നെങ്ങനെ മിസ് ചെയ്തുകൊണ്ട് നേരത്തെ ഇങ്ങ് എത്തിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷുലാങ് ഫാൻഷിയാവോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് കണ്ടപ്പോഴത്തേക്കും സത്യമായിട്ടും നിന്നെ കാണാൻ ഭയങ്കര സെക്സി ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നീ ആണെങ്കിൽ ഇവിടെ നിന്ന് നിൽക്കേണ്ട പയ്യനല്ല, ബെഡ്റൂമിലാണ് നിന്നെ കൊണ്ട് ഞാൻ നിർത്തിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവാണെങ്കിൽ അതാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് കിസ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ് ഫസ്റ്റ് ഫുഡ് കഴിക്കാം എന്നിട്ടേ ഉള്ളൂ ബാക്കി എന്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ബാക്കി ഫുഡെല്ലാം തന്നെ റെഡിയാക്കുന്നുണ്ട്. എല്ലാം സെർവ് ചെയ്തിട്ട് അവരാണെങ്കിൽ സിനിമയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഷുലാങ് ആണെങ്കിൽ പറയുന്നുണ്ട് സോറി ഞാൻ കാരണമല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ വീക്കെൻഡെല്ലാം ഫ്ലോപ്പായി പോയത്, ഞാനാണെങ്കിൽ ഇതെനിക്ക് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ നീ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതിന് ഇന്നത്തെ ദിവസം ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനിയും നമുക്ക് എൻജോയ് ചെയ്യാൻ കുറേ ടൈം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഷുലാങ് ആണെങ്കിൽ ശരി ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഫാൻഷിയാവോ നിനക്ക് എന്താ വേണ്ടത്, എനിക്ക് വേണ്ടത് നിനക്ക് തരാൻ പറ്റുമെന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇൻറ്റിമേറ്റ് ഒക്കെ ആവാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കാണിക്കുകയാണ്. മറ്റൊരു ദിവസം ഫാൻഷിയാവാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് ഹുവേരോട് ആ ഒരു ക്ലബ്ബിൽ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ ഫ്രണ്ട് ഹുവയാണെങ്കിൽ അല്ല നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നീയാണെങ്കിൽ ഷുലാങ്ങുമായിട്ട് ഇൻറ്റിമേറ്റായി കഴിഞ്ഞില്ലേ, ഇനി അതുപോലെ ഇനി അവനങ്ങ് കളഞ്ഞൂടെ, നീ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി ചെയ്തതല്ലേ ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവ് ആ ടൈമിന് അതെ ജസ്റ്റ് ഫോർ ഫണ്ണായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രസൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഫാൻഷിയാവ് ആണെങ്കിൽ ഷുലാങ്ങുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫാൻഷിയാവ് മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഇവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു തുടങ്ങി, ഇവൻ തന്നെ ഞാനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവണമെന്നൊക്കെ ആഗ്രഹിച്ചു, ഞാൻ എന്താണ് വിചാരിച്ചത് അത് നടക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറ്റബോധമൊക്കെ തോന്നുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് ഇവരാണെങ്കിൽ നൈറ്റ് ഇങ്ങനെ ബെഡ്റൂമിൽ നിൽക്കുന്ന ടൈമിന്
ഫാൻഷി ആവുകയാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും ഷുലാങ് ഉറങ്ങാതെ ബാൽക്കണിയിൽ അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇവനും എഴുന്നേറ്റ് നിന്ന് ഷുലാങ്ങിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷുലാങ് സോറി ഞാൻ നിൻ്റെ ഉറക്കം കളഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, നിനക്ക് എന്ത് പറ്റി, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷുലാങ് ആ സമയം ഒരു പ്രശ്നമില്ല, നീയാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാനായി പറയുന്നുണ്ട് ഫാൻഷിയോ. അപ്പോൾ ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോഴത്തേക്കും ഇല്ല ഒന്നുമില്ല വാ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ബെഡിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ ടൈമിൽ ശരിക്കും പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് ഫാൻഷിയോ വീണ്ടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഷുലാങ് പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ അനിയനാണെങ്കിൽ എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനാണെങ്കിൽ അവിടെ നാട്ടിൽ കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. ആക്ച്വലി എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിലായിട്ട് കൊടുക്കാനായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വിറ്റാലോ എന്ന് വിചാരിക്കുവാണെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയോ ആ ടൈമിൽ നിനക്ക് ക്യാഷ് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയാം നീ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഞാൻ നിന്നോട് പറയാതിരുന്നത്. ആക്ച്വലി ഞാനാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഞാൻ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു പ്രശ്നമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചിരിക്കും. പക്ഷേ ഇപ്പം എന്തായാലും എനിക്കാണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷിയാവും എങ്കിൽ ഓക്കെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വിറ്റേക്ക്, എന്നിട്ട് ഇനി എൻ്റെ അവിടെ ഒന്ന് താമസിക്കാനായിട്ട് പറയുന്നുണ്ട് ഷുലാങ്. അപ്പോൾ പക്ഷേ ഞാൻ കമ്പനിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ അവിടെ ഒന്ന് താമസിച്ചാൽ മതി, എന്തോ പറ്റി ബോയ് ഫ്രണ്ടിനെ ഇനി വേണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷുലാങ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പിന്നെ സംസാരിക്കാം, ഞാൻ നല്ല ടയേർഡാണ്, നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഉറങ്ങാനേ കിടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരാണെങ്കിൽ ഇവൻ്റെ അനിയനുള്ള ഒരു നാട്ടിലേക്ക് ഇപ്പോൾ ഫ്ലൈറ്റിൽ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഷുലാങ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ്റെ ഒരു സാറാണെങ്കിൽ ഇതുപോലെ മീറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷുലാങ് ഫാൻഷിയാവരുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ നീ പൊക്കോ, ഞാനാണെങ്കിൽ കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷുലാങ് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഫാൻഷിയാവ് മറ്റൊരു ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആർക്കോ മെസ്സേജ് അയച്ചിട്ട് നീ ഇപ്പോൾ എവിടെയാണുള്ളതെന്നുള്ള ലൊക്കേഷനൊക്കെ എനിക്ക് അയച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അവർ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. അവിടെ നേരെ ചെന്നപ്പോഴത്തേക്കും ഇവൻ മീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഷുലാങ്ങിൻ്റെ അനിയനായിട്ടുള്ള ഷാങ് ചെന്നിനെയാണ്. അപ്പോൾ ഷുലാങ് അറിയാതെയാണ് മീറ്റ് ചെയ്യുന്നത് ആ ഒരു പയ്യനെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനാണ് നിന്നെ കോൺടാക്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു പയ്യനാണെങ്കിൽ ആക്ച്വലി ഒരു ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ഒരു കോൺട്രാക്ട് സംഭവം അതിൽ സൈൻ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ട്രേഡറായിട്ടുള്ള ആ ഒരു റോളിൽ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായി നോക്കിയതാണ്. എന്നാൽ ഇതിന് പൈസ കൂടുതൽ കിട്ടട്ടെ എന്നൊക്കെ കരുതിയിട്ട് കോൺട്രാക്റ്റിലുള്ളതിനേക്കാളും ഇവൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് കുറച്ച് പരിപാടി ഒപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പേരിൽ അവനെതിരെ കേസ് വരെ കൊടുക്കുമെന്നാണ് ഇവൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനാണെങ്കിൽ സോൾവ് ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞ അത്രയും ക്യാഷ് ആണെങ്കിൽ ടാക്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ ക്യാഷ് ഉൾപ്പെടെ ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ഇപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഷുലാങ്ങിൻ്റെ അടുത്ത് ക്യാഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ ഫാൻഷിയാവ് ഇപ്പോൾ അന്വേഷിച്ചിട്ട് ഫാൻഷിയാവാണ് ഈ കാര്യങ്ങളെല്ലാം അവനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ നിനക്ക് ക്യാഷ് തരാം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷേ ഷുലാങ് അറിയാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ആ ടൈമിൽ ഇവനാണെങ്കിൽ ഓക്കെ നിങ്ങൾ ഷുലാങ്ങിൻ്റെ ഫ്രണ്ട് അല്ലേ, ഓക്കെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തെന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിന് ഫാൻഷിയാവ് ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വലിയൊരു തുകയല്ലേ അവർക്ക് കൊടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന്. ആ ടൈമിൽ ഇവനാണെങ്കിൽ എന്താ കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നീയാണെങ്കിൽ ഷുലാങ്ങുമായിട്ട് വലിയ കോൺടാക്റ്റിനൊന്നും പോകരുത്, നീ അവൻ്റെ അടുത്ത് നിന്ന് അധികം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ എനിക്ക് അവനുമായിട്ട് ക്ലോസ് ആവാനൊന്നും തീരെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഷുലാങ്ങിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കണമെന്ന് ഇപ്പം അവൻ്റെ അനിയനോട് ഫാൻഷിയാവ് പറയാൻ തന്നെ കാരണം ഇവൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഷുലാങ്ങിൻ്റെ ലൈഫിൽ ഇവൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഷുലാങ് ഇവനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ഇവൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് ഇതേപോലെ അനിയന് ക്യാഷ് കൊടുക്കാനുണ്ടെന്നുള്ള കാര്യമെല്ലാം ഷുലാങ് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞിട്ടിട്ടായിരുന്നു. ആക്ച്വലി ഞാൻ ആ ഒരു ടൈമിന് അത് പറയാനായിട്ട് വിട്ടുപോയതാണ്, സോറി. എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അനിയൻ്റെ അടുത്ത് നിന്ന് ഞാൻ ക്യാഷ് തരുന്നതോടെ നീ ആണെങ്കിൽ ഷുലാങ്ങിൻ്റെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര നൂറുവട്ട സമ്മതമാണ്. കാരണം അവൻ അല്ലെങ്കിൽ ഷുലാങ്ങുമായിട്ട് ക്ലോസ് ആയി നിൽക്കാൻ താല്പര്യമില്ല. അത് മാത്രമല്ല ഇവനാണെങ്കിൽ ഷുലാങ്ങിൻ്റെ ചേട്ടാന്നല്ല ഷുലാങ് എന്നുള്ള പേര് വെച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഫാൻഷിയാവോ അവൻ്റെ ചേട്ടനല്ലേ, നിനക്ക് വേണ്ടപ്പോഴെല്ലാം തന്നെ ക്യാഷൊക്കെ അയച്ചു നിന്നെ നോക്കുന്ന അവനല്ലേ, എന്നിട്ട് നീ അവനെ പേര് വെച്ചാണ് വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഷുലാങ്ങിൻ്റെ അനിയൻ പറയുന്നുണ്ട് ആക്ച്വലി ഷുലാങ് എൻ്റെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ തന്നെ കടപ്പെട്ടിരിക്കേണ്ടതാണ്. അവനൊരാൾ കാരണമാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ ഈ അവസ്ഥയിലായത്, അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് എപ്പോഴും ദേഷ്യം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ആട്ടപ്പിന് ഫാൻഷിയാവോ അങ്ങനെ ഉണ്ടാകാൻ മാത്രം എന്താ നിങ്ങളുടെ ലൈഫിലുണ്ടായത്, എന്താ നിങ്ങളുടെ ലൈഫ് സ്റ്റോറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ നിനക്ക് ഇത്രയും ക്യാഷ് തരാം എല്ലാവരും കഥ പറഞ്ഞു തരാനായിട്ട് ഇവൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഷുലാങ്ങിൻ്റെ അനിയൻ ശരി എന്നാൽ ഓക്കെ ഞാനത് പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് എന്താണ് ഇവരുടെ സ്റ്റോറി എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. സംഭവം ഷുലാങ് ആക്ച്വലി ഇവൻ്റെ യഥാർത്ഥ ചേട്ടനല്ല. ഷുലാങ്ങിന് 7 വയസ്സുള്ള ടൈമിന് ഷുലാങ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു അനാഥനെ പോലെയൊക്കെ റോഡിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഷാങ്ചനിൻ്റെ അമ്മ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെയാണ് ഇവർ ബ്രദേഴ്സായി തീർന്നത്. അതുമാത്രമല്ല ഷുലാങ്ങിനെയും കൂടെ എങ്ങനെയെങ്കിലും സ്കൂളിലും കോളേജിലൊക്കെ വിടാനായിട്ട് അമ്മ എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ ഗേ ആയിപ്പോയി, അതാണ് അവൻ ചെയ്ത തെറ്റെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവോയ്ക്കപ്പോൾ ഇവൻ പറയുന്ന റീസൺ ഒന്നും തീരെ പിടിക്കുന്നില്ല. ഗേ ആയതുകൊണ്ട് എന്താ കാര്യം എന്നുള്ള രീതിയിലാണ് അവൻ ചിന്തിക്കുന്നത്. എന്താണ് ആ ഒരു റീസൺ, ഇത്രയും പ്രശ്നമാവാൻ കാരണമൊന്നും ചോദിക്കുന്നുണ്ട്.
ആ ടൈമിന് ഷുലാങ്ങിൻ്റെ അനിയൻ പറയുന്നുണ്ട് അതിന് കാരണം ഷുലാങ് ആണെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിന് അവനാണെങ്കിൽ ഗേ ആണെന്നുള്ള കാര്യം കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിൽ പലരും ഇവനെ യൂസ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തു. അവർ മാത്രമല്ല തക്സ് വരെ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതിൽ ഗേ ആയതുകൊണ്ട് തന്നെ ഇവനെ വേണം, ഇവനായിട്ട് ഇൻറ്റിമേറ്റ് ആവണം, ആ ഒരു രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷുലാങ് ആണെങ്കിൽ ഇവരായിട്ട് തിരിച്ച് ഫൈറ്റൊക്കെ ചെയ്തിട്ട് അവൻ എങ്ങനെയൊക്കെയോ ഇതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആയി. അവനങ്ങനെ സ്കൂളും കോളേജും ഒക്കെ തന്നെ കഴിഞ്ഞു. ആ ടൈമിനാണ് ഞാൻ എൻ്റെ ഹൈസ്കൂളിലോട്ട് ജോയിൻ ചെയ്തത്. ആ ടൈമിന് ഇതുപോലെ ഇതേ തക്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒഴിവാക്കി വിട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ദേഷ്യം അവർക്കുണ്ടായിരുന്നു. അവരത് എന്നോട് തീർക്കാനായി തുടങ്ങി. എല്ലാവരും കൂടെ എന്നെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യായിരുന്നു. ഈവൻ എൻ്റെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് പോലും. അത് മാത്രമല്ല അവൻ ഗേ ആണെങ്കിൽ അവൻ്റെ അനിയനുള്ള ഞാനും ഗേ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ആ രീതിയിൽ വരെ അവരെന്നോട് പെരുമാറാനേ ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം അവരെന്നെ ശരിക്കും എടുത്തിട്ട് അടിച്ചു. അങ്ങനെ അതും പറഞ്ഞിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. അന്ന് അവർ അടി കിട്ടിയതിൻ്റെ അന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവൻ്റെ അമ്മയാണെങ്കിൽ ഒരു അടിയുടെ പാട് കണ്ടിട്ടുണ്ടായിരുന്നു. ഷുലാങ് ഗേ ആണെന്നുള്ളൊക്കെ പേരും പറഞ്ഞിട്ട് ഇവൻ ഇതുപോലെ അടി കിട്ടുന്നതും ബുള്ളിങ് ചെയ്യുന്നതൊക്കെ കാര്യമല്ല തന്നെ ഇവൻ്റെ അമ്മയ്ക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇവൻ ഇങ്ങനെ ഒരു അടി കിട്ടിയപ്പോഴത്തേക്കും ഞാൻ പോയി അവരോട് സംസാരിക്കാം, നമുക്ക് എങ്ങനെയും പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവനെ നിർബന്ധിച്ച് ആ ഒരു പിള്ളേരടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു പിള്ളേരാണെങ്കിൽ അല്ല, ഇവൻ്റെ ചേട്ടൻ ഗേ ആണെങ്കിൽ ഇവനും ഗേ ആവേണ്ടതല്ലേ, നിങ്ങളുടെ രണ്ട് മക്കളും കൊള്ളാം, ഒരാൾ ഗേ മറ്റവനൊരു പേടി തൊണ്ടൻ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് അമ്മേരെ മുന്നേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ട് ഷുലാങ്ങിൻ്റെ അനിയൻ ആ ഒരു പയ്യനെ അടിക്കാനായി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ അടിപിടി നടക്കുന്നുണ്ട്. തടയാനായിട്ട് അമ്മ നിൽക്കുമ്പോൾ ഈ പിള്ളേർ പെട്ടെന്ന് തള്ളുമ്പോഴത്തേക്കും ഇവൻ്റെ അമ്മയാണെങ്കിൽ സ്റ്റെയറിൽ നിന്ന് താഴെ വന്ന് വീഴാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നുണ്ട്. അമ്മേനെ കാണാനായിട്ട് ഷുലാങ്ങും ഈ ഒരു വിവരം അറിഞ്ഞ് ഓടി എത്തുന്നുണ്ട്. അമ്മയുടെ കാര്യം ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. ഷുലാങ്ങിനെ കാണുമ്പോൾ തന്നെ അമ്മയാണെങ്കിൽ നീയാണ് ഇതിൻ്റെ അനിയനെ നന്നായിട്ട് നോക്കണം, രണ്ടുപേരും നന്നായിട്ടിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അമ്മ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പ്രസൻറ്റിലേക്ക് വരുന്ന ടൈമിന് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഫാൻഷി അവരോട് പറഞ്ഞിട്ട് ഷുലാങ് ഗേ ആയതുകൊണ്ടുള്ള ഒരൊറ്റ റീസൺ കൊണ്ടാണ് എൻ്റെ അമ്മ മരിക്കുകയും എൻ്റെ ലൈഫ് ഇങ്ങനെ തീരെ ചെയ്തൊക്കെ പറയുന്നുണ്ട്. ഫാൻഷാവ് ആ ടൈമിന് അവൻ ഗേ ആയതുകൊണ്ടൊന്നുമല്ല, ഇനിയിപ്പോൾ അവൻ ഗേ ആണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ പ്രശ്നം, അതൊന്നുമല്ല ഇതിൻ്റെ കാര്യം. നീയാണെങ്കിൽ ചുമ്മാ ആവശ്യമില്ലാണ്ട് എല്ലാം അവൻ്റെ തലയിൽ വെച്ചു കൊടുക്കുക, നീ വേറെ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഒരിക്കലുമല്ല, അവനെ എന്നാൽ ഒരു പിള്ളേർ ബുള്ളി ചെയ്തപ്പോൾ അവൻ തിരിച്ച് റിയാക്ട് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ആ ഒരു പക അവർ മനസ്സിൽ വെച്ചിട്ട് അവരെന്നെ ഉപദ്രവിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷി അവൻ തിരിച്ച് റിയാക്ട് ചെയ്യാതിരുന്നെങ്കിലും ഇതേ അവസ്ഥയെ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വെറുതെ ആവശ്യമില്ലാതെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫാൻഷിയാവ് പറയുന്നുണ്ട് നീ നാളെ രാവിലെ പോയിട്ട് അവർ ക്യാഷ് കൊടുക്കാനുള്ളവരുമായിട്ടുള്ള കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യും, ക്യാഷ് ഞാൻ കൊടുത്തോളാം. പിന്നെ ഷുലാങ്ങിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്ത കാര്യം, ഞാൻ നിന്നെ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന കാര്യം ഒന്നും തന്നെ പറയാനായിട്ട് നിൽക്കരുത്. അവനെ വിളിച്ചിട്ട് നീയാണെങ്കിൽ അവരുമായിട്ട് ഒന്ന് സംസാരിച്ച് ഒത്തുതീർപ്പായി നിൻ്റെ കയ്യിൽ തന്നെയുള്ള ക്യാഷ് കൊടുത്തു വെച്ചിട്ട് അവർ കേസ് തീർപ്പാക്കും. അതോടെ തന്നെ ഷുലാങ്ങിൻ്റെ നിന്ന് ക്യാഷ് വേണ്ടെന്നും അവനോട് പറഞ്ഞേക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം ക്യാഷ് കൊടുക്കാൻ ആളുണ്ടല്ലോ. അതേ ടൈമിൽ തന്നെ ഫാൻഷിയാവ് പോകുന്നതിന് മുമ്പായിട്ട് ഇവനോടൊന്ന് കൈ നീട്ടിപ്പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവൻ നീട്ടിപ്പിടിക്കുന്നത് ഫാൻഷിയാവാണെങ്കിൽ സ്മോക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു സിഗരറ്റ് അതിൽ കത്തിച്ച ഭാഗം ഇവൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ പൊള്ളിക്കുന്ന പോലെ അതിങ്ങനെ അണച്ച് കളയുന്നത്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഇവിടെ വരെ ട്രാഷ് ക്യാനൊന്നുമില്ല, അതുകൊണ്ടാണ് നിൻ്റെ കയ്യിൽ വെച്ച് ഇങ്ങനെ ചെയ്തത്, നമ്മളാണെങ്കിൽ നമ്മുടെ ആ ഒരു എർത്തിനെയൊക്കെ സേവ് ചെയ്യണമല്ലോ, നമ്മളല്ലേ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻഷിയാവോ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഫാൻഷിയാവോയും ഷുലാങ്ങും കൂടെ ആയിട്ട് ഷുലാങ്ങിൻ്റെ അമ്മയുടെ കല്ലറയിൽ അങ്ങോട്ടേക്ക് വരുന്നതാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് ഫാൻഷിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അമ്മയോട് സംസാരിക്കുന്നത് പോലെയൊക്കെ തന്നെ ഷുലാങ് ആണെങ്കിൽ അമ്മ പറഞ്ഞിട്ടില്ലേ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരും, ഈ ലോകം അത്ര മോശമൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമെന്നൊക്കെ. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു, ഇവൻ എന്നെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോയിട്ട് ഷുലാങ് കരയുന്നുണ്ട്. ഇതേസമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ഫാൻഷായ്ക്ക് ഒരുമാതിരി ആവുകയാണ്. കാരണം അവൻ്റെ മനസ്സിൽ മേ ബി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഞാനിവനെ പറ്റിച്ച് യൂസ് ചെയ്യല്ലേ, എന്നിട്ടും അവൻ എന്നെ ലൈഫ് പാർട്ണറാക്കി തന്നെ തീരുമാനിച്ചുകൊണ്ടാണല്ലോ അമ്മയോട് സംസാരിക്കുന്നതെന്ന്. മേ ബി അതായിരിക്കും അവൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്. എന്തായാലും അതുപോലെയുള്ള ഏതൊരു ചിന്തയിൽ കൂടെ അവൻ വല്ലാണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഷുലാങ് അല്ല നീ എന്താ മിണ്ടാതിരിക്കുന്നത്, നീ ഒന്നും സംസാരിക്കുന്നില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല ഒന്നുമില്ല, ജസ്റ്റ് എന്താ സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല, ഹലോ അമ്മ ഞാനാണ് ഫാൻഷിയാവെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൻ. എന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ഫാൻഷിയാവെങ്കിൽ നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷുലാങ് ഞാൻ നിൻ്റെ അടുത്ത് നല്ല തണുപ്പുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞില്ലേ, പക്ഷേ നീ അത് മൈൻഡ് ചെയ്യാതെ നീ ജസ്റ്റ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വെറുതെ ഇറങ്ങിയില്ലേ, വാ നമുക്ക് തിരിച്ചു പോകാൻ, വെറുതെ തണുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് നടന്നു പോകുന്ന ടൈമിന് നീ നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് അതായത് ലൂഷനെയാണ് ഉദ്ദേശിക്കുന്നത്, അവനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഫാൻഷിയാവോ വിശ്വസിക്കുന്നില്ല. ഫാൻഷിയാവോ ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങൾ കുറേ കാലം റിലേഷൻഷിപ്പിലുണ്ടായിരുന്നില്ലേ, എന്നിട്ടും അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ലേന്ന്. ആ ടൈമിന് അങ്ങനെയൊന്നുമില്ല, അവൻ കുറച്ചുകൂടെ കുഞ്ഞായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയുമല്ലോ അവൻ മനസ്സിലാക്കത്തില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ പാസ്റ്റ് ലൈഫ് ഒന്നും തന്നെ ഞാൻ
അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഫാൻഷാവ് അപ്പോൾ നീ എനിക്ക് പറഞ്ഞു തന്നതോ എനിക്കെന്താ പ്രായമായെന്നാണോ നീ വിചാരിച്ചത്? എൻ്റെ കുഞ്ഞു മനസ്സ് വേദനിക്കുമെന്ന് പോലും നോക്കാതെ നീ എനിക്ക് എല്ലാം പറഞ്ഞു തന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഷുലാങ് ആണെങ്കിൽ എൻ്റെ പൊന്ന് എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവനെയും കൊണ്ട് പോകാനായി നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ഷുലാങ് പറയുന്നുണ്ട്, ആക്ച്വലി ഞാനാണെങ്കിൽ അവനുമായിട്ട് റിലേഷൻഷിപ്പിലിരിക്കുന്ന ടൈമിന് ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ഞാൻ അവനെ നോക്കിക്കൊണ്ടിരുന്നത്. ഞാനും അവനും തമ്മിൽ അങ്ങനെ ഡീപ്പായിട്ട് വലിയ കണക്ഷൻ വന്നിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ടൈമിനാണ് അവൻ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാമെന്നൊക്കെ പറഞ്ഞു വന്നത്. എനിക്കാണെങ്കിൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ വെറുതെ അവനെ നാണം കെടുത്തണ്ടെന്ന് കരുതി അവൻ്റെ മനസ്സിൽ മറ്റാരോ കയറി പറ്റിയിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല. അപ്പോഴാണ് അവൻ പറയുകയും ചെയ്തത് എൻ്റെ മനസ്സിലേക്ക് അവന് ശരിക്കും കയറി പറ്റാനായിട്ട് പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നെ നേരെ മനസ്സിലാക്കാനും അവന് പറ്റിയിട്ടില്ല എന്ന്. അതൊക്കെ കേട്ടപ്പോൾ ശരിയാണ്, ഞാൻ എൻ്റെ ലൈഫ് അവനുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ സംസാരിച്ചുകൊണ്ട് തന്നെ അവർ നേരെ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷാവ് ചോദിക്കുന്നുണ്ട്, അപ്പം നീ എന്നെ ചൂസ് ചെയ്തില്ലേ പാർട്ണറായിട്ട്, അതെന്തൊക്കെ ചിന്തിച്ചിട്ടാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് നിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും തന്നെ ചിന്തിക്കാതെ എല്ലാം അങ്ങ് ഡയറക്റ്റായിട്ട് ചെയ്തു പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷായുടെ ചെവിയൊക്കെ നല്ല ചുമക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് തണുക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെയും കൊണ്ട് വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഷുലാങ് ആണെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് ഇവൻ്റെ കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഇതെന്തിനാ എനിക്ക് ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നീ എൻ്റെ അനിയന് ക്യാഷ് കൊടുത്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാഷ് ഞാൻ നിനക്ക് തിരിച്ചു തരാനായിട്ടുണ്ട്, ഞാൻ നിനക്ക് കടം തരാനായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഫാൻഷാവ് ആ ടൈമിന് അല്ല ഇതെങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഷുലാങ്. അപ്പോൾ അത് പിന്നെ ഞാൻ ഓൾറെഡി അവനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരുമായി സംസാരിച്ചായിരുന്നു. അവരങ്ങനെ ഒത്തുതീർക്കാനായിട്ട് പറ്റിയ ടൈപ്പുള്ള ആൾക്കാരെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അനിയൻ കോൾ ചെയ്ത് എല്ലാം സോൾവ് ആയി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ നീ അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നോട് ഇടപെടണ്ടെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് ഞാൻ അറിയാതെ നീ ആ പരിപാടി ഒപ്പിച്ചു. ഇങ്ങനെ പൈസ ഇറക്കി സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ലീഗലി വല്ല ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ടെന്ന് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ഫാൻഷാവ് ആ ടൈമിന് പൈസ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സോൾവ് ചെയ്തിരിക്കും, പിന്നെ നീ പേടിക്കണ്ട, ഈ ഒരു കാര്യത്തിൽ വേറെ ലീഗൽ റിസ്ക്കോ ഇഷ്യൂസോ ഒന്നും തന്നെ വരത്തില്ല എന്നും പറയുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് പറയുന്നുണ്ട്, പക്ഷേ ഇനി ഇതുപോലെ വല്ല പരിപാടി ഒപ്പിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിന്നെ നോക്കിക്കോ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ പിന്നെ ഇതെൻ്റെ അടുത്ത് മറച്ചു വെച്ചു എന്നും പറയുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷാവ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കത്തൊന്നുമില്ല, പക്ഷേ ഞാനാണെങ്കിൽ ഇപ്പം ചിലവാക്കി പൈസേനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ പൈസയൊക്കെ ചിലവാക്കിയിട്ടാണ് നിൻ്റെ വീട്ടിൽ പുതിയ ഡോർ ലോക്കും പുതിയ കർട്ടനും ഞാനും നീയും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം മുക്കുമൂലയിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നീ ഇങ്ങനെ കാണണമല്ലോ, നമുക്കതൊന്നും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷുലാങ് ആണെങ്കിൽ എൻ്റെ ലൈഫിൽ ഇത്രയും വർഷം ഞാനാണ് മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്, എന്നാൽ ആദ്യമായിട്ടാണ് ലൈഫിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു സന്തോഷമുണ്ട്. നീ എന്നെക്കുറിച്ച് കെയർ ചെയ്യുന്ന ഓർക്കുമ്പോഴും എനിക്ക് നല്ല സന്തോഷമുണ്ട്, താങ്ക് യു. പക്ഷേ നീയാണെങ്കിൽ ഇനി എന്നെ ഇഗ്നോറൊന്നും ചെയ്തേക്കില്ല, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈം ഫാൻഷാവോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഷുലാങ്ങിനെ കിസ് ചെയ്യാണ്. എന്നിട്ട് അവൻ ഷുലാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ഞാനും നിൻ്റെ എക്സും വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ നീ ആദ്യം രക്ഷിക്കുമെന്ന്. ആ ടൈമിന് ഇത് കേൾക്കുമ്പോഴത്തേക്കും നീ കുറേ കാലമല്ല തുടങ്ങിയിട്ട് ഡേറ്റ് ചെയ്ത് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നീ വല്ല ഡ്രാമ വല്ലതും കാണുന്നുണ്ടോ? നിങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കത്തില്ല, നിങ്ങൾ രണ്ടുപേരും അവിടെ കിടന്ന് മുങ്ങിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ.